Good morning, students. നമ്മൾ ഇന്ന് നോക്കുന്ന ചാപ്റ്റർ ദസ് സ്പോക്ക് സുദർശൻ ഇന്റർവ്യൂ വിത്ത് ഗോഡ്സ് ഓൺ ഫിസിസിസ്റ്റ്. ഫിസിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഫോക്കസ് ചെയ്തുള്ള ഫിസിക്സിലെ സയൻറ്റിഫിക് സ്റ്റഡി എല്ലാം നടത്തുന്ന സയൻറ്റിസ്റ്റിനെയാണ് ഫിസിസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സുദർശൻ എന്നുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം മരിച്ചത് ഈ ഇടയ്ക്കാണ്, 2018 മരിച്ചത്. അപ്പം നമുക്ക് ബയോഗ്രഫിക്കൽ ഇതൊരു ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഹിന്ദുസ്ഥാൻ ടൈംസ്, ദ ഹിന്ദു എന്ന് പറയുന്ന ജേർണലിസ്റ്റുകൾ നടത്തിയ ഒരു കോൺവെർസേഷൻ. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്, ഒരു ഇന്റർവ്യൂ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ബയോഗ്രഫിക്കൽ സ്കെച്ച് നോക്കാം. Sudarshan was a very famous physicist of India who challenged Albert Einstein's theory that nothing with mass could travel faster than light. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ലോകം ശ്രദ്ധിച്ച ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഏറ്റവും വലിയ തിയറി ആയിട്ടുള്ള, അദ്ദേഹം പറഞ്ഞത് ലൈറ്റാണ് ഫാസ്റ്റർ ദാൻ മാസ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചത്. ലൈറ്റാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സുദർശൻ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ലൈറ്റ്, ദാറ്റ് ഇറ്റ് ഈസ് മാസ് ദാറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. Sudarshan discovered the possibility of existence of certain particles named tachyons. അപ്പം അദ്ദേഹം ആ മാസാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു സംഭവത്തിന് അദ്ദേഹം പേര് നൽകിയത്, ആ പാർട്ടിക്കിളിന് പേര് നൽകിയത് ടാക്കിയോൺസ് എന്നാണ്. വിച്ച് കുഡ് ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ്, ലൈറ്റിനെക്കാളും ട്രാവൽ ചെയ്യുമെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടുത്തം. അത് ഒത്തിരി ചർച്ചയാകുകയും ചെയ്തു. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബോൺ ഇൻ കോട്ടയം, കേരള in 1931 at ഈനക്കൽ ചാണ്ടി ജോർജ് സുദർശൻ. His contributions in physics range from formulating fundamental ideas in particle physics to understanding quantum nature in light. He was born and completed his basic education in Kerala, graduated from CMS College, Kottayam, later secured master's degree in physics from Madras University. Later, after that, he joined Tata Institute of Fundamental Research. ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. അതാണ് ഇതിലേക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഹി വർക്ക്ഡ് വിത്ത് ഹോമി ബാബ, ദ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം. അദ്ദേഹം ഹോമി ബാബയുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അന്നേരം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ഇന്ന ആൾക്കാരുണ്ട്, ചെറിയ തിയറിറ്റീഷ്യൻസ് ഉണ്ട്, റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്, ഗൈഡ് ഉണ്ട്. അവരുടെയൊക്കെ പേര്, ഒരു 3 പേരുടെയൊക്കെ പേര് അറിഞ്ഞു വെക്കുക. അതാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. After that, he moved to Texas and worked as a professor in physics at Rochester University and University of Texas for 40 years. ഇപ്പോൾ അമേരിക്കയിലെ ടെക്സസിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൽ 40 കൊല്ലം അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് എല്ലാം നടത്തിയത്. VA theory, a theory about weak interaction between subatomic particles. He continued his research work in weak intersection in collaboration with famous scientists like മാർഷക്, വീൻബർഗ് ആൻഡ് ദ ലൈക്ക്. അപ്പം മാർഷക്കൊക്കെ ഇമ്പോർട്ടൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഗൈഡാണ് മാർഷക് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം ഹി ഹാഡ് ഓൾസോ മെയ്ഡ് കോൺട്രിബ്യൂഷൻസ് ടു ദ ഫീൽഡ് ഓഫ് ക്വാണ്ടം ഒപ്റ്റിക്സ്. ഹി വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ടു പ്രൊപ്പോസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ടക്കിയോൺസ്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ടക്കിയോൺസ്. അതുപോലെ തന്നെ ഹി വാസ് എലിജിബിൾ ഫോർ നൊബേൽ പ്രൈസ്. ഹി വാസ് സബ്ജക്റ്റ് ടു പ്രൊലോങ്ഡ് നെഗ്ലക്റ്റ്. അപ്പം നോബൽ പ്രൈസിന് പോലും നമ്മുടെ ഇദ്ദേഹത്തെ നിർദ്ദേശം ചെയ്തതാണ്. പത്മവിഭൂഷൺ കിട്ടിയ സ്റ്റേറ്റ് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മരിച്ചത് 2018. The interview, this work is a compilation of excerpts from the interviews Sudarshan had with Hindustan Times, The Hindu, യജ്നിക് ആൻഡ് GK രാജേഷ്. ഇവർ നടത്തിയൊരു ഇന്റർവ്യൂ ആണ് ഇത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതെടുത്ത് ഈ സിമ്പിളായിട്ട് ഞാൻ എഴുതി തന്നിരിക്കുന്നത് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. Could you please say about your family background and your school days? നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും സ്കൂൾ ഡേയ്സിനെ കുറിച്ചൊന്ന് പറയാമെന്ന് ചോദിക്കുകയാണ് ഇന്റർവ്യൂ. I am one of the 3 brothers. We are sort of an academic home as my mother was a school teacher, and even when I was in college, I was afraid
Could you please say about your family background and your school days? I am one of the three brothers. We are sort of an academic home as my mother was a school teacher. And even when I was in college, I was afraid of my father's finding fault with my English. അപ്പോൾ ഇദ്ദേഹം ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്ന സ്കൂൾ ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പൻ എന്താണെന്ന് പറയുന്നില്ല. അത് 3 ബ്രദേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അദ്ദേഹം എൻ്റെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു. പ്രശ്നക്കാരനായിരുന്നു. നോബഡി ഇൻ മൈ ഫാമിലി ഹാഡ് എ സയൻസ് ബാക്ക്ഗ്രൗണ്ട്. വെൻ ഐ വാസ് ഇൻ മിഡിൽ സ്കൂൾ ഐ ന്യൂ ഓൾ ദി തിങ്സ് ദാറ്റ് വെർ ടോട്ട് ഇൻ മാത്തമാറ്റിക്സ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചർ ഫാമിലി ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫാമിലി സയൻസിനോട് വലിയ താല്പര്യമുള്ളവരല്ലായിരുന്നു. അത് അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര മാത്തമാറ്റിക്സിൽ അഗ്രഗണ്യനായിരുന്നു. ദെർ വാസ് നോ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ബട്ട് മാത്തമാറ്റിക്സ് നെവർ സീംഡ് ടു നീഡ് എനി എക്സ്പ്ലനേഷൻ. അപ്പം അദ്ദേഹത്തിന് മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പുലിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ എല്ലാ കാര്യം അദ്ദേഹത്തിന് അതിന് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു കാര്യമായിരുന്നു മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. Sometimes fellow students tried to test me by saying, the next mathematics class looks like a difficult topic. Can you help us solve the problems? അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ സഹപാഠികൾ മാത്തമാറ്റിക്സിൽ അടുത്ത് വരുമായിരുന്നു. ആൻഡ് ഐ കുഡ് ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഐ വാസ് ഓട്ടോമാറ്റിക്. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ അതേഴ്സ് ഫൗണ്ട് മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ട്. അപ്പോൾ എല്ലാ ഭുജികളുമായിട്ടുള്ള ആളുകൾ പറയുന്ന പോലെ തന്നെ എനിക്കറിയത്തില്ല ഇവന്മാർ ഈ മാത്തമാറ്റിക്സ് എന്താ ഇത്ര പാടുന്ന ഉള്ള ചിന്താഗതി നമ്മുടെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. By the time I was in high school, I read my brother's physics textbook from college. I was tremendously impressed by the formula for the time period of a simple pendulum. അദ്ദേഹം ഫിസിക്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ പഠിച്ച ഒരു ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് നോക്കി ഇദ്ദേഹം ചെറുപ്പത്തിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ തിയറിയൊക്കെ ആയിരുന്നു പരിശോധിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് ആകൃഷ്ടനായി തീർന്നു. There was length and there was g and there was a square root and then 2 pi which was an irrational number, but the book said the proof was beyond the scope of the book. അദ്ദേഹത്തിന് ആ ഒരു തിയറി വല്ലാതെ ഇഷ്ടപ്പെട്ടു. സിമിലർലി ഇൻ അവർ ബുക്ക് ദർ വാസ് എ ഫോർമുല ഫോർ. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഉള്ളത് തന്നെ പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് ഇനി ചേട്ടൻ്റെ ബുക്കും കൂടെ. സിമിലർലി ഇൻ അവർ ബുക്ക് ദർ വാസ് the formula for 1 plus 2 plus 3 up to n and similarly for sum of squares. അതുപോലെ ഈ ഒരു തിയറികൾ 1 plus 2 plus 3 raised to n up to n ആ ഫോർമുലയൊക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ മാത്തമാറ്റിക്സിൽ. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെടുകയുണ്ടായി. ആൻഡ് ഐ സെഡ് ഐ മസ്റ്റ് ഫൈൻഡ് ദ ഫോർമുല ഫോർ സം ഓഫ് ക്യൂബ്സ്. അദ്ദേഹം തന്നെ സം ഓഫ് ക്യൂബ്സിൻ്റെ ഒക്കെ ഫോർമുല അദ്ദേഹം തന്നെ ചെറുപ്പത്തിൽ ഇരുന്നുണ്ടാക്കുകയാണ് ചെയ്തത്. വല്ലാത്ത ഒരു കൗതുകം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആൻഡ് ഐ ട്രൈഡ് വേരിയസ് തിങ്സ് ആൻഡ് ഡിഡ് നോട്ട് ഫൈൻഡ് ദ ഫോർമുല. ഓഫ് കോഴ്സ് ലേറ്റർ ഐ ലേൺഡ് ദിസ് വാസ് ക്വൈറ്റ് trivial once you knew how to do it. But these were a few isolated incidents. This happened naturally. There was no competition with anyone. No one seemed interested in them. അപ്പം മറ്റുള്ള ആളുകൾക്കൊന്നും മാത്തമാറ്റിക്സിൽ അത്രയൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ചേട്ടൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ച് മാത്തമാറ്റിക്സിനോട് ഫിസിക്സിനോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഡിഡ് ഗ്രോയിങ് അപ്പ് ഇൻ കേരള ഇൻ എനി വേ ഹെൽപ്പ് ഷേപ്പ് യുവർ ഇൻട്രസ്റ്റ് ഇൻ സയൻസ്? അപ്പോൾ കേരളത്തിൽ വളർന്നതുകൊണ്ട് നിങ്ങൾക്ക് സയൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ വളർന്നത് ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ടു ബി ബോൺ ഇൻ ടു എ കൾച്ചർ ദാറ്റ് വാല്യൂസ് ലേണിംഗ് ഈസ് ഓൾവേസ് ആൻ അഡ്വാൻറ്റേജ്. അപ്പം കേരളത്തെ പറ്റി എല്ലാവരും പറയുന്ന പോലെ തന്നെ കേരളം വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ജനിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ഒരു ഭാഗ്യമാണ്. കേരള വാസ് എഹെഡ് ഓഫ് ദി റെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ദി റെസ്പെക്ട് വി ഹാഡ് ഫോർ ദി പർസ്യൂട്ട് ഓഫ് നോളജ്. അപ്പം കേരളത്തിൽ വളർന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അറിവ് സമ്പാദിക്കാനായത്. പെർസ്യൂട്ട് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാൻ, അറിവ് സമ്പാദിക്കാൻ ഒരു മെയിൻ ഫാക്ടർ ആയത് കേരളത്തിൽ ജനിച്ചുകൊണ്ടാണ്. ബട്ട് ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് ദ സ്കൂൾ കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്സ് വെർ ആസ്ക്ഡ് ടു റീഡ് ഇൻ ഫിസിക്സ് വെർ റാദർ ഡൾ ആസ് ദേ പ്രോബബിളി ആർ ഈവൻ നൗ. അപ്പം കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫിസിക്സിനോടും തുടങ്ങിയ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളോട് ഒരു താഴ്ത്തട്ടിലാണ് ഇവിടെയും കണക്കാക്കുന്നത്. എല്ലാവരും ആർട്സും ബികോം കൊമേഴ്സ് അങ്ങനെ മാത്സ് മാത്തമാറ്റിക്സ് അങ്ങനെ ഒരു രീതിയിലാണ്. ഫിസിക്സിനോടൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കാറില്ല. അത് ശരിയാണ്.
Mostly facts with hardly any room for thinking. We were taught language and mathematics very well. അപ്പോൾ കേരളത്തിൽ പൊതുവെ മാത്തമാറ്റിക്സും ലാംഗ്വേജുമാണ് മെയിനായിട്ട് ആൾക്കാർ നോക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഫിസിക്സ് ഒന്നും അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇവിടെ നിന്ന് അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ഒന്നും ഇല്ലല്ലോ. When I moved to college, I could focus on the subjects that really interested me. അപ്പോൾ അദ്ദേഹം കോളേജിലേക്ക് മൂവ് ചെയ്തപ്പോൾ, കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സയൻസിനോട് ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. CMS കോളേജ് കോട്ടയം ആൻഡ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഹാഡ് സം റിയലി ഗുഡ് സയൻസ് ടീച്ചേഴ്സ്. അപ്പോൾ CMS കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ MCCയിലും, MCC എന്ന് പറയുന്നത് ചെന്നൈയിലുള്ള ഒരു കോളേജാണ്, എല്ലാവരുടെയും ഒരു ഡ്രീം കോളേജാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയും. അത് അവിടെ പഠിച്ചപ്പോൾ, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിനൊക്കെ സയൻസിനൊക്കെ ഉള്ള ഒരു വഴിത്തിരിവുണ്ടായത്. ഫിസിക്സ് ഗ്രാജുവലി ബിക്കം മൈ വേ ടു മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ് അക്കൗണ്ട്. കാരണം തമിഴ്നാട്ടിൽ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സയൻസ് കെമിസ്ട്രി തുടങ്ങിയതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. അവിടുത്തെ കോളേജസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അവിടുന്ന് ഒത്തിരി സയൻറ്റിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ചിദംബരത്ത് നിന്ന് വന്നിട്ടുണ്ട്, നൊബേൽ പ്രൈസ് വരെ എത്തിയ ആൾക്കാരുണ്ട് അവിടെ നിന്ന്. അബ്ദുൽ കലാം ഉണ്ട്. എല്ലാവരും നോക്കുവാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് കൂടുതൽ സയൻസും ഫിസിക്സും കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ. നമ്മൾ കേരള പീപ്പിൾ കൂടുതൽ ആർട്സ് സബ്ജക്റ്റാണ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയത്. പക്ഷെ മലയാളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് ഉള്ളത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മലയാളം ഡിപ്പാർട്ട്മെന്റ് വരെ ഉള്ളത്. ഇപ്പം തമിഴ്നാട്ടിൽ അങ്ങനെ കുറെ നല്ല ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് ഹാസ് ബീൻ ആൻ ഇൻക്രെഡിബിൾ ഹാഫ് എ സെഞ്ചുറി ഓഫ് ഫിസിക്സ് ഫോർ യു. ഫ്രം വെയർ യു ആർ ടുഡേ, വാട്ട് ഡസ് ഫിസിക്സ് മീൻ ടു യു? ഇപ്പം ഇത്രയും നാള് നിങ്ങൾ ജീവിച്ച ഫിസിക്സ് എന്താണ് നിങ്ങൾക്ക്, അതുപോലെ തന്നെ ഫിസിക്സിനെ പറ്റി എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ കാരണം എന്താണ്? എവറിത്തിങ്, ഐ മീൻ എല്ലാം. ഫിസിക്സ് ആണ് എൻ്റെ എല്ലാം. ഐ ഡോണ്ട് നോ എനിത്തിങ് എൽസ്. ഓൾ ഐ നോ ഈസ് ഹൗ ടു ഡു ഫിസിക്സ്. ഐ ആം ഗുഡ് അറ്റ് ഇറ്റ്. ഐ ടുക്ക് ടു ഫിസിക്സ് ലൈക്ക് എ ഡക്ലിംഗ് into water. I don't even think of what I do as research or work anymore. അപ്പൊ ഇത് നോക്കുക, ഫിസിക്സ് മീൻസ് എവറിത്തിങ് ടു ഹിം. ഫിസിക്സ് ആണ് അദ്ദേഹത്തിന് എല്ലാം. ഹി സേസ് ഹി ഡസൻറ്റ് നോ എനിത്തിങ് എൽസ് ബെറ്റർ ദാൻ ഫിസിക്സ്. അദ്ദേഹം പറയുന്നത് ഫിസിക്സ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ സബ്ജക്റ്റ് ഒന്നും എനിക്ക് അത്ര അറിയത്തില്ല. അതെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. ഹി ലൈക്ഡ് ദ എക്സൈറ്റ്മെന്റ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ത്രൂ ദ പ്രിസം ഓഫ് ഫിസിക്സ്. അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഒത്തിരി വിസ്മയകരമായിട്ടുള്ള ദ വേൾഡ് ഈസ് മിസ്റ്റീരിയസ് എന്ന് പറയാം. ഒത്തിരി ദുരൂഹത നിറഞ്ഞ കാര്യം, ഒത്തിരി എലമെന്റ്സ് ഉണ്ട് നമ്മുടെ ലോകത്തിൽ. അപ്പൊ ആ ഓരോ ദുരൂഹത നിറഞ്ഞ ഓരോ എലമെന്റ്സിലും ഒരു ഫിസിക്സിലൂടെ നോക്കാൻ അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനിങ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഒരു ഡിസ്കവറി അല്ലെങ്കിൽ ഇൻവെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ടൊരു സാധനം കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ക്വാണ്ടം മെക്കാനിക്സ്. അടുത്തത് അദ്ദേഹത്തിന്റെ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുകയാണ്. You had the privilege to be just one generation following the one that discovered and formulated the principles of quantum mechanics. What was the atmosphere in physics when you set out to join the profession? I was in Madras Christian College. I had some very good teachers and teaching provided inspiration to know more. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിലെ MCC കോളേജിൽ അദ്ദേഹം പഠിക്കാൻ പോയി. അവിടെ അദ്ദേഹത്തിന് നല്ലൊരു ഫൗണ്ടേഷൻ അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധിച്ചു. ഒരു അടിത്തറ അദ്ദേഹത്തിന് സയൻസിൽ കിട്ടി, ഫിസിക്സിൽ കിട്ടി. മിസ്റ്റർ താൻഗരാജ് ഒപ്റ്റിക് കോഴ്സ് വാസ് ഇൻസ്പയറിംഗ്. ഹി ലൈക്ഡ് ടു ടീച്ച് വിതൗട്ട് റെഫറിങ് ടു എനി നോട്ട്സ്. അപ്പോൾ താങ്കരാജ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ലെക്ചറിങ് നോട്ട് പോലും ഇല്ലാതെ വന്ന് ക്ലാസ് എടുക്കുന്ന അദ്ദേഹത്തിന് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു ആ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. ബട്ട് ദെൻ ഹി ക്യാരിഡ് ലിറ്റിൽ ചിറ്റ്സ് ഇൻ ഹിസ് പോക്കറ്റ്സ് വെൻ ഹി കുഡ് പുൾ ഔട്ട് at the correct moment, but he was really a good teacher. Similarly, he had a very good teacher in mechanics. Optics was taught rather seriously in India due to C.V. Raman's presence, but when we went abroad, it was considered out of fashion. അപ്പോൾ C.V. രാമൻ ജനിച്ചത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഒപ്റ്റിക്സിൽ C.V. രാമൻ അറിയാമല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. അദ്ദേഹത്തിന്റെ തിയറി ആയിരുന്നു ഒപ്റ്റിക്സ്, അദ്ദേഹത്തിന്റെ ഫീൽഡ് ഓഫ് സ്റ്റഡി ആയിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ഒരു സീരിയസ്നെസ് നമ്മുടെ ഒപ്റ്റിക്സ് സ്റ്റഡീസിൽ കൊടുത്തായിരുന്നു. പക്ഷെ വെളിയിൽ ചെന്നപ്പോൾ, എബ്രോഡിൽ ചെന്നപ്പോൾ അത് ഒരു ഫാഷൻ ഡൗട്ടാണ്. അത് അവർക്ക് ആർക്കും താല്പര്യമില്ല. യു വേർ അറ്റ് ദിസ് ഡാറ്റ
You were at the Tata Institute of Fundamental Research as a fresh PhD student. Any recollections from the day at the Institute of the faculty there? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ ഒരു PhD സ്റ്റുഡൻ്റ് അല്ലായിരുന്നു, അപ്പോൾ അവിടുത്തെ വല്ല ഓർമ്മകളും ഉണ്ടെങ്കിൽ പറയുക എന്ന് പറയുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ നോക്കുക, ഞാൻ ഇതിലേക്ക് കിടക്കുന്നതിനേക്കാൾ നല്ലത് നേരെ നോക്കി പറയുന്നതായിരിക്കും. ഐ മീൻ PDF നോക്കുക. ഹി വാസ് അറ്റ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. അത് ഓർത്തിരിക്കുക, ആ റിസർച്ച് നടത്തിയ ആ സ്ഥലം. ഫോർ 3 years, 3 വർഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ദ ഫുഡ് സെർവ്ഡ് വാസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എ സൗത്ത് ഇന്ത്യൻ പാലറ്റ്. അതുപോലെ സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ അവിടെ പോയി നല്ലൊരു ഫുഡ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ചോറൊന്നും അല്ലായിരുന്നു അവിടെ. ദ റൊട്ടീസ് വെർ ഹൊറിബിൾ. അവിടുത്തെ ചപ്പാത്തി സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭീകരമായിരുന്നു. ഹൗവർ ദ ഫൗണ്ട് എ സൗത്ത് ഇന്ത്യൻ ജോയിന്റ് ദാറ്റ് സെർവ്ഡ് ഇഡ്ലി. അപ്പം ഇതിനൊരു പരിഹാരമായിട്ട് സൗത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അവരവിടെ ഒരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളെ നിയമിക്കുകയുണ്ടായി. ഹിസ് കണ്ടംപററീസ് അറ്റ് TIFR വെയർ SS ജാ, രാജ രാമന, സൂര്യനാരായണൻ ആൻഡ് KK ഗുപ്ത. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ, അല്ലെങ്കിൽ സെയിം സമപ്രായക്കാർ. കണ്ടംപററീസ് എന്ന് വെച്ചാൽ സമപ്രായക്കാർ, അല്ലെങ്കിൽ ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. ഹി ഹാഡ് ബീൻ അസൈൻഡ് ടു ദി എക്സ്പെരിമെന്റൽ കോസ്മിക് റേ ഗ്രൂപ്പ്. അപ്പോൾ അദ്ദേഹത്തിന് ആ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹി ഹാഡ് ബീൻ അസൈൻഡ്, അദ്ദേഹത്തിന് അസൈൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്, ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് കോസ്മിക് റേ ഗ്രൂപ്പാണ്. ആ ഒരു മേഖലയിലാണ് അദ്ദേഹത്തിന്റെ പഠനം നടത്താൻ അദ്ദേഹം സെലക്ട് ചെയ്തത്. ദ വർക്ക് ഇൻവോൾവ്ഡ് ഐഡന്റിഫൈങ് ഇമൽഷൻ ട്രാക്സ് ഓഫ് കോസ്മിക് റേസ് വിത്ത് ഗ്രേറ്റ് പ്രെസിഷൻ. എന്ന് വെച്ചാൽ അദ്ദേഹം നമ്മുടെ സയൻസ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ടേംസ് ആണ് കൂടുതൽ. എമൽഷൻ ട്രാക്സ് ഓഫ് കോസ്മിക് റേസ് വിത്ത് ഗ്രേറ്റ് പ്രിസിഷൻ. അപ്പൊ ഐഡന്റിഫൈ, അപ്പം ഈ കോസ്മിക് റേ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അപ്പൊ ഫിസിക്സിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ഇമൽഷൻ, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ സ്റ്റഡി എന്ന് പറയുന്നത്. അദ്ദേഹം അതിലായിരുന്നു PhD തീസിസ് ചെയ്തുകൊണ്ടിരുന്നത്. PhD എന്ന് പറയുന്നത് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് സുദർശൻസ് ഹാൻഡ് വാസ് നോട്ട് സ്റ്റഡി ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ ഹി കുഡിന്റ് ഡു ഇറ്റ് വിത്ത് പ്രെസിഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുന്ന ഒരു കാര്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്ര സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പിടിച്ചു വേണം നോക്കാൻ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ വിറയലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നില്ലായിരുന്നു. അതിന്റെ ഒരു കാൽക്കുലേഷനും മെഷർമെന്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ബിക്കോസ് ഓഫ് ദിസ് റീസൺ ഹി കുഡിന്റ് ഡു ഇറ്റ് വിത്ത് പ്രിസിഷൻ. പ്രിസിഷൻ എന്ന് വെച്ചാൽ കൃത്യത നഷ്ടപ്പെട്ടു. ബട്ട് ഹിസ് ഫെല്ലോ സ്റ്റുഡന്റ് ബിസ്വാസ്, whose hands were as steady as a rock, could do it well. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ ബിസ്വാസ് ആയിരുന്നു ഇത് എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഈ ഒരു ഈ ഒരു നമ്മുടെ എമിറ്റിംഗ് ഓഫ് ഒപ്റ്റിക്, എന്തായിരുന്നു അതിൻ്റെ പേര്, കോസ്മിക് റേ ഗ്രൂപ്പിൽ നിന്നുള്ള എമിഷൻ ട്രാക്സിനെ ഐഡന്റിഫൈ ചെയ്തത് നമ്മുടെ ബിസ്വാസിന്റെ ഹെൽപ്പും കൂടിയാണ്. They also helped a model for this, which turned out to be quite effective. Sudarshan also started helping Dr. Batkey's lab, whose group was designing an electron gun. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല നോക്കിക്കൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രൂപ്പ്, അവരുടെ ഫീൽഡ് ഓഫ് സ്റ്റഡിയിലും ഇദ്ദേഹം അവിടെ പോയും ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഫാൽക്കെ ലാബിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വേറെ ഒരു ഗ്രൂപ്പിനെയും ഇലക്ട്രോൺ ഗണ്ണാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അവരെയും ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഗ്രാജുവലി സുദർശൻ എമേർജ്ഡ് ആസ് എ കൺസൾട്ടന്റ് ടു ദ ഗ്രൂപ്പ്. പയ്യെ ഈ നമ്മുടെ സുദർശൻ ആ ഗ്രൂപ്പിന്റെ ഒരു കൺസൾട്ടന്റ് ആയി മാറുകയുണ്ടായി, ഒരു ഉപദേശകനായിട്ട് അദ്ദേഹം അവിടെ മാറി. ഡ്യൂറിങ് ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് TIFR, Paul Dirac, the world famous English physicist, visited TIFR and taught them a course in quantum mechanics for 6 months. To Sudarshan he was friendly. അപ്പം അദ്ദേഹം പറയുന്നത് പോൾ ഡിറാക്ക് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ഇവരുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരികയുണ്ടായി. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ പോൾ ഡിറാക്ക് എന്നുള്ള പേര് ഓർത്തിരിക്കുക. അപ്പൊ അദ്ദേഹം വരികയുണ്ടായി. അവിടെ ഒരു 6 മാസത്തെ കോഴ്സ് എടുക്കാനാണ് അദ്ദേഹം വന്നത്.
അതോടൊപ്പം സുദർശനെ പരിചയപ്പെടാനും പറ്റി. അവർ ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. അപ്പോൺ കംപ്ലീഷൻ ഓഫ് യുവർ PhD, you were given a fellowship to join Harvard University by Julian Swinger. അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കാം. യു വെർ സ്കോട്ടഡ് ഔട്ട് ബൈ റോബർട്ട് യൂജിൻ മാർഷക്, എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ന്യൂക്ലിയർ ഫിസിസിസ്റ്റ്, ആൻഡ് ഇൻവൈറ്റഡ് ടു ജോയിൻ റോച്ചസ്റ്റർ ഫോർ പർസ്യൂയിങ് എ PhD. വാട്ട് ആർ യുവർ റികളക്ഷൻസ് ഓഫ് ദാറ്റ് ഈവൻറ്റ്? അപ്പം മാർഷക് എന്ന് പറയുന്ന ആള് നമ്മുടെ ഇദ്ദേഹത്തെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ന്യൂക്ലിയർ ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അവിടെ പോയി PhD എടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ PhD ഒക്കെ എടുക്കുന്നവർ, PG കഴിഞ്ഞാണ് നമ്മൾ PhD എടുക്കാറ്. അപ്പോൾ PhD എടുക്കുന്നവർ നമ്മൾ ആദ്യം ഗൈഡിനെയൊക്കെ പോയി കണ്ട് റെഡിയാക്കിയിട്ടൊക്കെ ഒത്തിരിയൊക്കെ കടമ്പകളൊക്കെ ഉണ്ട്. നിങ്ങളാണെങ്കിലും ഭാവിയിൽ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടെ പാസ്സായിട്ട് ഒരു ഗൈഡും ഒക്കെ ആയിട്ട് ഒരു ടേംസ് ഒക്കെ ആയിട്ട് വേണം നമ്മൾ നമ്മുടെ റിസർച്ച് അവതരിപ്പിക്കാൻ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ നമ്മളെ നമ്മുടെ കൂട്ടത്തിൽ അവർ കൂട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഓരോരുത്തർക്കും PhD കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. യു വെർ സ്കൗട്ടഡ് ഔട്ട്. മാർഷക് വിസിറ്റഡ് TIFR ഡ്യൂറിങ് മൈ സെക്കൻഡ് ഇയർ. ഫോർ ലീവിങ് TIFR ആൻഡ് അപ്ലൈയിങ് അബ്രോഡ് വി വുഡ് നീഡ് ദ അപ്രൂവൽ ഓഫ് അവർ അഡ്വൈസർ. അപ്പം മാർഷക് ഇദ്ദേഹം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലൊരു സ്ഥാപനത്തിലാണ്. അപ്പോൾ മാർഷക് ഇങ്ങനെ ഒരു വിസിറ്റ് നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയുണ്ടായി. അപ്പം നിനക്ക് എന്തുകൊണ്ട് വെളിയിലേക്ക് വന്നുകൂടാ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം വെൻ ദിസ് പോയിന്റ് വാസ് എക്സ്പ്ലെയിൻഡ് ടു മാർഷക്, ഹി വെൻറ്റ് ഓവർ ടു മൈ അഡ്വൈസർ ആൻഡ് ആസ്ക്ഡ്, ഈസ് ദർ എനി ഡിഫിക്കൽട്ടി വിത്ത് ഹിസ് ലീവിങ്? അപ്പം ഇവനെ വിട്ടു തരുന്നതിൽ, വെളിയിൽ കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലുള്ള ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ ഗൈഡിനോട് നമ്മുടെ മാർഷകിനെ പോലെ വലിയൊരു ന്യൂക്ലിയർ ഫിസിസിസ്റ്റ് ചോദിക്കുകയാണ്. ആൻഡ് ടു സമ്മൺ ലൈക്ക് മാർഷക് ഹി സിംപ്ലി സെഡ് ദെയർ വാസ് നോ ഡിഫിക്കൽട്ടി. അപ്പം മാർഷക് ചോദിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ പിന്നീട് എന്നെ സംഭവിച്ചത്, ബട്ട് ലേറ്റർ when I actually sought permission to leave, he said you would not be suited for theoretical research and therefore I cannot give you permission to go there. അപ്പോൾ ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ ഒരു അവസ്ഥയാണ്, ഓരോ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ അവസ്ഥ പോലെ തന്നെ ഇവിടെ പുള്ളിയെ മനസ്സ് മടുപ്പിച്ചു. നിനക്ക് തിയറിറ്റിക്കൽ ആയിട്ടുള്ള വർക്കിന് അധികം സാധ്യതയില്ല, നീ അതിൽ ശോഭിക്കത്തില്ല, അതുകൊണ്ട് നീ അവിടെ പോയാലും വലുതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സ് മടുപ്പിച്ചു. സോ ദ ഫോളോയിങ് ഇയർ ഐ ചേഞ്ച്ഡ് മൈ അഡ്വൈസർ ആൻഡ് ദെൻ സോട്ട് പെർമിഷൻ അഗെയിൻ. ദിസ് പേഴ്സൺ വാസ് വെരി ലിബറൽ ആൻഡ് ഗ്രാൻഡഡ് ദ പെർമിഷൻ റെഡിലി. അപ്പോൾ ആ പിറ്റേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ ടീച്ചറിനെ മാറ്റുകയും വേറൊരാളെ എടുക്കുകയും നമ്മുടെ ഈ സുദർശൻ, അപ്പോൾ അദ്ദേഹത്തിനോട് പെർമിഷൻ ചോദിച്ച് അദ്ദേഹം അവിടെ നിന്ന് PhD ലീവ് ചെയ്ത് ഹാർവർഡ് യൂണിവേഴ്സിറ്റി വെളിയിലേക്ക് പോവാണ്. അപ്പോൺ കംപ്ലീഷൻ ഓഫ് യുവർ PhD, യു വെർ ഗീവൻ എ ഫെലോഷിപ്പ് to join Harvard University by the Grand Wizard of Quantum Field Theory, Julian Swinger. What was your interaction with him and your impression and inspiration? അതെവിടെയാണ്? Though Marshak recommended me for a fellowship at Institute of Advanced Studies to Oppenheimer, I was asked to wait until the next year, for it was already late and the term had already begun. അപ്പം മാർഷക്ക് എന്നെ നമ്മുടെ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒപ്പൈമറിൻ്റെ കീഴിൽ റെക്കമെൻഡ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കവിടെ വന്ന് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല, കാരണം അവിടെ ഓൾറെഡി ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. ഹവർ മാർഷക് അപ്രോച്ച്ഡ് സ്വിങ്ങർ ആൻഡ് ഹി അറേഞ്ച്ഡ് എ സ്പെഷ്യൽ ഫെലോഷിപ്പ് ഫോർ മീ അറ്റ് ഹാർവർഡ് യൂണിവേഴ്സിറ്റി. അപ്പം അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ ഇവനെ സ്വിങ്ങറിൻ്റെ കൂട്ടത്തിൽ ഒരു ഫെലോഷിപ്പിന് വേണ്ടി ആഡ് ചെയ്തു. I had a very short interview to test if I really knew anything beyond theories and diagrams. അപ്പം ആ ഒരു മാർഷകിന് അത്രയും താല്പര്യമായിരുന്നു ഇവനോട്. അപ്പോൾ സ്വിങ്ങറിനെ പോലെ ഒരു വലിയൊരു ആളുടെ കീഴിൽ റെക്കമെൻഡ് ചെയ്തപ്പം അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യുകയും മാർഷകിൻ്റെ സ്പെഷ്യൽ പെർമിഷനോടുകൂടെ ഇവന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ഇവനെ എടുക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇവന് തിയറിക്കും അപ്പുറം, ഡയഗ്രാംസിനും അപ്പുറം, നമ്മൾ എഴുതുന്നതിന് തിയറിറ്റിക്കൽ ആയിട്ടുള്ള വർക്കിന് അപ്പുറം വല്ല നോളജ് ഉണ്ടോ എന്ന് ഇവനെ പരിശോധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരങ്ങനെ പരിശോധിക്കുകയും ചെയ്തു. അവൻ അത്രയും അഗ്രഗണ്യനാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഐ വാസ് ഹയേർഡ് എന്ന് പറഞ്ഞാൽ എന്നെ അവർ
അപ്പോയിന്റ് ചെയ്തു. ഈ ഒരു ടീമിലേക്ക് ഹാർഡ്വർഡ് യൂണിവേഴ്സിറ്റിയിൽ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ഹാർഡ്വർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്പർ 1 യൂണിവേഴ്സിറ്റി എൻറ്റയർ വേൾഡാണ് ഹാർഡ്വർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ ഹാർഡ്വർഡ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ടീച്ചേഴ്സ് എന്നും പറയുന്നത് എല്ലാവരും നോബൽ പ്രൈസ് വിന്നേഴ്സാണ്. എന്ന് വെച്ചാൽ നോബൽ പ്രൈസ് സ്കോളേഴ്സാണ് അവിടെയുള്ള എല്ലാ മിക്ക ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. പഠിപ്പിക്കുന്നവരെല്ലാം നോബൽ പ്രൈസ് കിട്ടിയവരാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസും അത്രയും ബ്രില്യൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഹാർഡ്വർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയതാണ് മാർക്ക് സുക്കർബർഗും, ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സുക്കർബർഗും, പിന്നെ ആരാണ്, കുറേ പേരുണ്ട്. അപ്പം അവിടെ ഒരു പാർക്കിംഗ് ഏരിയ, ഈ പ്രൊഫസർമാർ വന്ന് കാറ് പാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ തന്നെ നോബൽ പ്രൈസിന് വേണ്ടി മാത്രമായിട്ട് അവർ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺലി ഫോർ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് എന്നും പറഞ്ഞൊരു പാർക്കിംഗ് ഏരിയ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാൽ അത്രയും ആളുകൾ അവിടെ നൊബേൽ പ്രൈസ് കിട്ടിയവരാണ്, അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. അവിടെയാണ് നമ്മുടെ ഷ്വിങ്ങറിൻ്റെ കീഴിൽ നമ്മുടെ സുദർശനെയും അപ്പോയിന്റ് ചെയ്യുന്നത്, അത് മാർഷകിൻ്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റോട് കൂടെ. സോ ബാബ ഓൾസോ ഓഫേർഡ് യു എ ജോബ്. അപ്പം ഹോമി ബാബ എന്ന് പറയുന്ന ആളും നിനക്ക് എന്തോ ഒരു ജോലി തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെന്തായി? അതിന് മുമ്പൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ലെഡ് ടു യുവർ ഡിസിഷൻ ടു സെറ്റിൽ ഇൻ ദ US? അപ്പോൾ എന്തുകൊണ്ടാണ് നീ US സെറ്റിൽ ആവാൻ തീരുമാനിച്ചത്? വെൽ ആസ് ഐ സെഡ് മൈ അഡ്വൈസർ ഇൻ ഇന്ത്യ ഹാഡ് ടോൾഡ് മീ യു വിൽ നോട്ട് മേക്ക് ഇറ്റ്. വൈൽ വെൻ ഐ റീച്ച്ഡ് റോച്ചസ്റ്റർ ദേ ആസ്ക്ഡ് വെയർ വെർ യു ഓൾ ദിസ് ടൈം. അപ്പം ഇന്ത്യയിലുള്ള ഒരാൾ മനസ്സ് മടുപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നീ അവിടെ പോയി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇത് കിട്ടാൻ പോകുന്നില്ല, യു വിൽ നോട്ട് മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ റോച്ചസ്റ്ററിൽ, ന്യൂയോർക്കിൽ, അമേരിക്കയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത്, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? വേർ യു ഓൾ ദിസ് ടൈം? ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയായിരുന്നു. ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് ജസ്റ്റ് സോർട്ട് ഓഫ് ഇനേർഷ്യ. ഐ ഹാഡ് എക്സ്പെക്റ്റഡ് PhD ഫോർ ലാസ്റ്റ് 5 years. ഇൻസ്റ്റഡ് ഐ ഫിനിഷ്ഡ് ഇൻ 2 years. അപ്പം ഞാൻ സാധാരണ PhDയുടെ ചെയ്യേണ്ട കാലയളവ് എന്ന് പറയുന്നത് 5 വർഷമാണ് PhDക്ക് വേണ്ടി. പക്ഷെ ഞാനത് 2 വർഷം കൊണ്ട് ഞാനത് പൂർത്തിയാക്കി, അത്രയും ബ്രില്യൻ്റ് ആയതുകൊണ്ട് തന്നെ. വെൻ മാഷക് asked me at one point, I said I will go back to India after the postdoc at Harvard. അപ്പം ഞാൻ മാർഷക് എന്നോട് ഒരു തവണ ചോദിച്ചപ്പം, എൻ്റെ ഗൈഡായിട്ടുള്ള മാർഷക് എന്നോട് ഒരു തവണ ചോദിച്ചു, നീ എൻ്റെ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോരും, ഇവിടുത്തെ PhD കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ക് എന്ന് വെച്ചാൽ PhDയും കഴിഞ്ഞുള്ള പോസ്റ്റ് ഡോക്ടറേറ്റ് എന്ന് പറയും, അതും കഴിഞ്ഞിട്ടുള്ള പഠനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞു. ബട്ട് ഹി ഓഫർഡ് മീ എ ജോബ്. ബാബ ടോൾഡ് മാർഷക് ദാറ്റ് ഹി വാസ് കൺസിഡറിങ് ഓഫറിങ് മീ എ ജോബ്. മാർഷക് സെഡ് ബട്ട് ഹി ഓൾറെഡി ഹാസ് എ ജോബ്. അപ്പം ബാബ അവന് വേണ്ടി, ബാബ എന്ന് പറയുന്ന ഒരു ഫേമസ് സയൻറ്റിസ്റ്റാണ്, ഒരു ജോബ് അവരുടെ കീഴിൽ ഒരു സയൻറ്റിസ്റ്റായിട്ട് വല്ലതായിരിക്കും. അപ്പം ആ ഒരു ജോബും കൂടെ അവൻ ഓഫർ ചെയ്തായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഇപ്പം തന്നെ ഒരു ജോലിയുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് സ്റ്റഡി തന്നെയാണ്. സോ ബാബ ഓൾസോ ഓഫർഡ് യു എ ജോബ്. ഓ, ബാബയും നിനക്കൊരു ജോലി ഓഫർ ചെയ്തോ? യെസ്, ഹി കോൾഡ് മീ ടു വാഷിങ്ടൺ ടു മീറ്റ് ഹിം. ബാബ എന്നെ വാഷിങ്ടണിലേക്ക് വിളിച്ച് അവിടെ കാണാമെന്ന് പറഞ്ഞു. ബാബ വാസ് അവെയർ ഓഫ് VA ആൻഡ് മൈ റോൾ ഇൻ ഇറ്റ്. അപ്പം VA എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി, എന്തെങ്കിലും ഒരു എന്നാ പറയുന്നത്, VA എന്ന് നോക്കട്ടെ, VA തിയറി അബൌട്ട് വീക്ക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. അതാണ് VA തിയറി. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഒരു ഇൻട്രാക്ഷനാണ് VA തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റഡി അത്ര ഓർത്താൽ മതി, VA സ്റ്റഡി. അദ്ദേഹത്തിന് ആ ഒരു റോൾ, അദ്ദേഹം ഇതിലൊരു അഗ്രഗണ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബാബ അദ്ദേഹത്തിനെ കാണണമെന്ന് പറഞ്ഞു. ബട്ട് മാർഷക് ടോൾഡ് ഹിം ദാറ്റ് ഐ വാസ് ഗോയിങ് ടു റോച്ചസ്റ്റർ. ദാറ്റ് ഫൈനൽ ഇയർ ഐ ജോയിൻഡ് റോച്ചസ്റ്റർ വാസ് ദി മോസ്റ്റ് മെമ്മറബിൾ വൺ. മാർഷക് വാസ് ഔട്ട് ഓഫ് ദി കൺട്രി. ദിസ് മീൻഡ്, അപ്പം ഞാൻ റോച്ചസ്റ്ററിൽ ജോയിൻ ചെയ്യുകയാണ്, ന്യൂയോർക്കിൽ ജോയിൻ ചെയ്യുകയാണ് ഫസ്റ്റ് ഇയർ. അന്നേരം അദ്ദേഹത്തിൻ്റെ കീഴിൽ, മാർഷകിൻ്റെ കീഴിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം മാർഷക് എപ്പോഴാണ് ഈ സ്ഥലത്തില്ലാത്തപ്പോൾ അല്ലെങ്കിൽ കൺട്രിക്ക് വെളിയിൽ പോകുമ്പം ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെ എല്ലാം കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ഒരു PhD ആണെങ്കിൽ ഈ പോസ്റ്റ് ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്നത് ഒരാളുടെ കീഴിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ഇന്ന സ്റ്റുഡൻസ് കാണും, PhD സ്റ്റുഡൻസ് ഒക്കെ ഒരു 5 പേര് കാണും. അപ്പം ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ സെയിം ടോപ്പിക് ആയിരിക്കും ഇവരെല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പം മാർഷക് ഇല്ലാത്ത സമയത്ത് നമ്മുടെ ആരാണ്, സുദർശനായിരുന്നു ബാക്കിയുള്ളവരെയും ഹെൽപ്പ് ചെയ്തത്, അവരെ ഗൈഡായിട്ട് കൊണ്ടുപോയി നടക്കുന്നത്. ദിസ് മെന്റ് ദാറ്റ് ഓൾ ഹിസ് സ്റ്റുഡൻസ് വുഡ് ബി ഹാൻഡിൽഡ് ബൈ ദി അതർ സീനിയർ പ്രൊഫസർ ഓഫ് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ്, ഗബൂർ. ബട്ട്
ഗബൂർ ഹാഡ് സം പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് വാസ് ഔട്ട് ഓഫ് ആൻ ആക്ഷൻ. അപ്പം ഗബൂർ ആയിരുന്നു എല്ലാവരെയും നോക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോബ്ലം കാരണം അദ്ദേഹം മാറിയത് കൊണ്ട് തന്നെ നമ്മുടെ സുദർശനായിരുന്നു പിന്നെ അവിടെ തിളങ്ങി നിന്നത്. ദസ് ഐ ഹാഡ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് 10 ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഇൻ അഡീഷൻ ടു ടീച്ചിങ്. ഓഫ് കോഴ്സ് ഐ ലവ് ദ ടീച്ചിങ്, ഐ ലവ് ടു ടീച്ച്. അപ്പം ബട്ട് ദിസ് വേർ റാദർ എക്സെപ്ഷണൽ സ്റ്റുഡൻസ്. അപ്പം അദ്ദേഹത്തിന് മാർഷകിൻ്റെ കീഴിലുള്ള ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ സഹപാഠികളിനെ കൂടെ അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എല്ലാം അവർ കേൾക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് എല്ലാം ഇവർക്കും ഉപകാരപ്രദമായി അവരുടെ ഡോക്ടറേറ്റിന് വേണ്ടി. ബട്ട് ദിസ് വേർ റാദർ എക്സെപ്ഷണൽ സ്റ്റുഡൻസ്. ദർ വേർ ടോം ജോർഡൻ, ഡഗ്ലാസ് കറി ആൻഡ് കോർട്ടക് ഡഡാഷി. I lived in, അപ്പോൾ ഇതൊക്കെ കൂടെ ഉള്ളവരാ. I lived in a bachelor apartment near the student accommodations and I had told the students they were free to approach me at any time. അപ്പം എൻ്റെ ഈ കൂടെ ഉള്ളവരോട് പറഞ്ഞു എന്നെ എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ദസ് അത്ര സഹായ മനസ്കനായിരുന്നു നമ്മുടെ സുദർശൻ. Thus I was always on the phone if I was not actually with them. Jordan was good with mathematics. He would work things out and would write purpose. അപ്പോൾ ജോർഡൻ എന്ന് പറയുന്ന കൂടെ ഉണ്ടായിരുന്ന സഹപാഠി മാത്തമാറ്റിക്സിൽ അഗ്രഗണ്യനായിരുന്നു. അപ്പം പേപ്പറെല്ലാം അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. വൈൽ കറി ഓൾദോ ഗുഡ് അറ്റ് ഫിസിക്സ് വാസ് ഓൾവേസ് ആർഗ്യൂയിങ്. അപ്പം കൂടെ ഉണ്ടായിരുന്ന കറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഫിസിക്സിലായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഓരോ ആർഗ്യൂയിങ്ങിന് ഫിസിക്സിൽ ഓരോ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് നമ്മൾ ഓരോ ചർച്ചയ്ക്ക് അദ്ദേഹത്തിന് വളരെ ആസ്വാദനം കണ്ടെത്തിയ ഒരാളാണ്. അറ്റ് ദാറ്റ് പോയിന്റ് ഐ വാസ് സ്റ്റഡിങ് ഡിറാക്സ് പ്രപ്പോസൽ ഫോർ ഹൗ ടു ഫോർമുലേറ്റ് റിലേറ്റിവിസ്റ്റിക് തിയറീസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ റിസർച്ച് എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന തിയറി എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റ് തിയറി ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നു. He had said that you must find the relevant representations of the Lorentz group and that was sufficient. അപ്പം നമ്മുടെ ആരാണത് പറഞ്ഞത് നോക്കട്ടെ. അപ്പം ഇത് യൂഷ്വൽ അവരുടെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് പറയുന്നോ അതങ്ങ് എഴുതി വെച്ചേക്കുന്നതാണ് ഇവിടെ കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നീ സ്റ്റഡി നടത്തുവാണെങ്കിൽ ലോറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു തിയറീറ്റേഷൻസ് ഒക്കെ എല്ലാം ഉള്ള ഒരു ഗ്രൂപ്പാണ്, സയൻറ്റിസ്റ്റുകളുള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ ആ ഒരു കണ്ടുപിടുത്തം നീ നോക്കുക, എന്നിട്ട് വേണം നീ ക്വാണ്ടം മെക്കാനിക്സിൽ കൂടുതൽ സയൻറ്റിഫിക് സ്റ്റഡി കണ്ടെത്തുവാൻ. അവർ അത്രയും മാത്രം സഫീഷ്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത്രയും ധാരാളമായിട്ട് ലോറൻസ് ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ അവരുടെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കറി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ്, യു മസ്റ്റ് ഹൗ വേൾഡ് ലൈൻസ്. നൗ ഹാവിങ് വേൾഡ് ലൈൻസ് വാസ് വെരി ഗുഡ് ആൻഡ് ഹൗ ടു ഇംപ്ലിമെൻറ്റ് ദിസ് ഐഡിയ ഇൻ എ ക്വാണ്ടം സിസ്റ്റം വാസ് നോട്ട് ക്ലിയർ. അപ്പം ഇതെല്ലാം ഓരോ സയൻറ്റിഫിക് ടേംസ് ആണ്. അപ്പം ഈ വേൾഡ് ലൈൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നി ഗ്രാഫൊക്കെ വരച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്, അതിലപ്പുറമാണ്. പക്ഷെ നമുക്ക് അത്ര ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വേൾഡ് ലൈൻസ് ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. അപ്പോൾ ലോറൻസ് ഗ്രൂപ്പിൻ്റെ ഫൈൻഡിങ്സ് മാത്രം നീ പിന്തുടർന്നാൽ പോരാ. സുദർശൻ, നീ അവരുടെ ലോറൻസ് ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ പോരാ, വേൾഡ് ലൈൻസ് എന്ന് പറയുന്ന സംഭവം കൂടെ നീ പഠിച്ചിരിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തിനു വേണ്ടി ഇദ്ദേഹത്തിന് ഈ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ റിലേറ്റിവിസ്റ്റ് തിയറി കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം നൗ ഹാവിങ് വേൾഡ് ലൈൻ വാസ് നോട്ട് വെരി ഗുഡ് ബട്ട് ഹൗ ടു ഇംപ്ലിമെൻറ്റ് ദിസ് ഐഡിയ ഇൻ എ ക്വാണ്ടം സിസ്റ്റം വാസ് നോട്ട് ക്ലിയർ. അപ്പം ഇവൻ ചിന്തിക്കുകയാണ്, ഈ വേൾഡ് ലൈൻസ് എന്ന് പറയുന്ന തിയറി ഒരിക്കലും ക്വാണ്ടം സിസ്റ്റത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് ഇവൻ ആലോചിച്ചു, ഈ കറി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്, അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ഹി ബക്ഡ് മീ ഫോർ വോളിയർ. അവൻ പറഞ്ഞു, ഒരു വർഷമായിട്ട് അവൻ എൻ്റെ പുറകെ നടക്കുക, ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നല്ലതായിരിക്കും നിനക്കെന്നുള്ളൂ. ഇവൻച്വലി ജോർഡൻ കറി ആൻഡ് ഐ റോട്ട് എ പേപ്പർ ഓൺ മാനിഫെസ്റ്റ് കോവേരിയൻസ് വേഴ്സസ് റിലേറ്റിവിസ്റ്റ് ഇൻവേരിയൻസ്. അപ്പോൾ ഇവർ 3 പേരും കൂടി ഒരു കണ്ടുപിടുത്തമൊക്കെ നടത്തി, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയൊക്കെ ഉണ്ടാക്കി, ഒരു ടോപ്പിക്കൊക്കെ ഉണ്ടാക്കി, ഒരു പേപ്പർ അതിനു വേണ്ടി ഒരു പ്രബന്ധം അവർ തയ്യാറാക്കി. ഹി വാസ് റൈറ്റ്, മാനിഫെസ്റ്റ് കോവേരിയേഷൻ ഓഫ് ദി വേൾഡ് ലൈൻ ഈസ് നോട്ട് ദ സെയിം ആസ് ലോറൻസ് ഇൻവേരിയൻസ്. അപ്പോൾ കറി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. വേൾഡ് ലൈനിൻ്റെ മാനിഫെസ്റ്റ് കോവേരിയൻസ് എന്ന് പറയുന്നത് ലോറൻസ് ഗ്രൂപ്പിൻ്റെയുമായിട്ട് സിമിലർ അല്ല. അപ്പോൾ ഇത് രണ്ടുപേരും, ഈ വേൾഡ് ലൈനും എനിക്ക് തോന്നുന്നു ലോറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റഡി ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും
ഒരുപോലെയല്ല പോകുന്നതെന്ന് കറി പറഞ്ഞത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ അവസാനം അത് ഫൈൻഡ് ചെയ്തു. ദാറ്റ് സൗണ്ട്സ് റിഡിക്കുലസ് ഇൻ വൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, ബട്ട് ഇറ്റ് വാസ് ട്രൂ ഇൻ അനദർ വേ ഓഫ് ലുക്കിംഗ്. ദസ് ഇറ്റ് വാസ് എ വെരി ഇൻറ്റൻസ് പീരീഡ് ഫോർ മീ ഹാൻഡിലിംഗ് 10 സ്റ്റുഡൻസ്. അപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് ഇൻ റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഞാൻ തന്നിരിക്കുന്ന നോട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് അത് ഫോളോ ചെയ്യുക. റോച്ചസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അദ്ദേഹം അവിടെ പോയി മാർഷൊക്കെ ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ എല്ലാം ഇദ്ദേഹം ഹെൽപ്പ് ചെയ്ത കാര്യവും ഇങ്ങനെ ഒരു മാനിഫെസ്റ്റ് കോവേരിയൻസ് വേഴ്സസ് റിലേറ്റിവിസ്റ്റ് ഇൻവേരിയൻസ് എന്ന് പറയുന്ന പേപ്പർ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തതൊക്കെ പറയണം. ദസ് ഇറ്റ് വാസ് ഇൻറ്റൻസ് പീരീഡ് ഫോർ മീ ഹാൻഡിലിംഗ്. അപ്പോൾ ഈ ഒരു 10 പേരെ കൂടെയുള്ള 10 പേരെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ദുഷ്കരമായിട്ടുള്ള കാര്യമായിരുന്നു. ഓൾദോ ഹി ഫൈൻഡ് ഹാപ്പിനെസ്, അതിൻ്റെ ഇടയിലും അദ്ദേഹം ആ ഒരു സന്തോഷം കണ്ടെത്തി അവരെ കൂടെ കൂട്ടിയത് കൊണ്ട് തന്നെ. എവറി ടൈം ഐ ടേൺഡ് ഐ തോട്ട് ഓഫ് സംതിങ് ന്യൂ ആൻഡ് ദർ വാസ് ഓൾവേസ് സംവൺ അറ്റ് ഹാൻഡ് who would argue that you were wrong or in that way you were right. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കാണും. ആരാണ് അവൻ? നമ്മൾ കണ്ടുപിടുത്തമൊന്നും ശരിയല്ല, നമ്മൾ ചെയ്തതൊന്നും ശരിയല്ല എന്നൊക്കെയുള്ള ഒരു വിമർശന ബുദ്ധിയുള്ള ഒരുത്തൻ. അതായിരുന്നു ആര്? ദാറ്റ് വാസ് മച്ച് ബിഫോർ മുകുന്ദ. അതാണ് മുകുന്ദ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഇൻ റോച്ചസ്റ്ററിൽ പറയുമ്പം ആരൊക്കെ വരും? മാർഷക് ഇല്ലാത്തപ്പം അവൻ്റെ ടീച്ചർ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരുന്നു നമ്മുടെ ടോം, കറി, കോർക്കട്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പം കറിയാണ് ഇവനെ ഇങ്ങനെ ലോറൻസ് ഗ്രൂപ്പിൻ്റെയും വേർഡ് ലൈൻസിൻ്റെയും രണ്ടും ഡിഫറൻ്റ് ആണെന്ന് പറയുകയും ഇങ്ങനെയൊരു പ്രബന്ധം അവർ ഒരുമിച്ച് തയ്യാറാക്കുകയും ചെയ്തത്. മാനിഫെസ്റ്റ്. അപ്പം നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം ഓർത്തിരുന്നോണം. ഇങ്ങനെ ഒരു മാനിഫെസ്റ്റ് കോവേരിയൻസ് വേഴ്സസ് റിലേറ്റിവിസ്റ്റ് ഇൻവേരിയൻസ് എന്ന് പറയുന്ന ഒരു പേപ്പർ അവർ ഒരുമിച്ച് തയ്യാറാക്കുകയും ചെയ്തത്. അതിനുശേഷം നേരെ പറയുന്നത് ഈ മുകുന്ദനെ കുറിച്ചാണ്. മുകുന്ദ ഒരു ഹിന്ദിക്കാരനാണ്. ഹി ഹാഡ് ഡൺ ഫ്രം മാത്തമാറ്റിക്സ് ഫ്രം ഡൽഹി യൂണിവേഴ്സിറ്റി ആൻഡ് വാസ് ഫിനോമിനൽ. വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത ഒരു മുകുന്ദൻ. അദ്ദേഹം ഇങ്ങനെ ഞാൻ ചെയ്തൊന്നും തെറ്റാണെന്നുള്ള വിമർശനാത്മകമായിട്ട് അദ്ദേഹം വിമർശിക്കുമായിരുന്നു. ഐ വാസ് ഓൾമോസ്റ്റ് അഫ്രൈഡ് ടു ടോക്ക് ടു ഹിം. എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തന്നെ പേടിയാണ്. എപ്പോഴാണ് ബ്ലണ്ടർ വരിക? കാരണം വിമർശനം ഉണ്ടെങ്കിലേ അവിടെ വിജയമുള്ളൂ, അല്ലേ? എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മളവർക്ക് നമ്മളാ രാജാവ് എന്നുള്ള രീതിയിൽ പോകും. പക്ഷെ ആരെങ്കിലുമൊക്കെ വിമർശിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കറക്റ്റ്. അതുകൊണ്ടാണ് ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷവും ഉള്ളത്. നമ്മുടെ ഗവൺമെൻറ്റിനൊപ്പം അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കുന്ന ഒരു ആളുടെ ഒപ്പം പ്രതിപക്ഷവും ഒപ്പം പോയെങ്കിൽ മാത്രമേ അവിടെ ഒരു പ്രോപ്പർ ഗവേണിങ് നടത്തുള്ളൂ. അത് എല്ലാ മേഖലകളിലുമുണ്ട്. അതാണ് സയൻസിലും ഉണ്ട്. ഏതോ ഒരു കണ്ടുപിടുത്തം ഇത് ശരിയല്ല എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു എല്ലാം പരിഹരിച്ച് പോകാൻ സാധിക്കും. The year he arrived, I was teaching classical mechanics. I did not like the way it was presented in usual textbooks in the mechanical way. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം ആ ഒരു വർഷം നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ സ്റ്റുഡൻസിനോട്, ഈ മാർഷാക്ക് ഇല്ലാത്തപ്പം പഠിപ്പിക്കുന്ന ആ സ്റ്റുഡൻസിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ എന്തിനാലേ ഇവിടെ പറയുന്നത്. മുകുന്ദ റോട്ട് അപ്പ് ദ റോഡ്സ്. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ക്ലാസ് എടുത്തു. അപ്പം മുകുന്ദ എൻ്റെ ലെക്ചറിങ് നോട്ട്സ് എല്ലാം എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. ഇവനൊരു വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ കാണുന്നുണ്ടെങ്കിലും ഇവൻ്റെതായ രീതിയിൽ ഇവൻ നോട്ട്സ് ഞാൻ പറയുന്നതെല്ലാം എഴുതിയെടുക്കുന്നതാണ്. ആഫ്റ്റർ ഐ സോ ദ നോട്ട്സ് ഐ തോട്ട് ഐ മസ്റ്റ് ഹാവ് ബീൻ വൈസ് ബിക്കോസ് ദർ ആർ സോ മെനി ഗുഡ് തിങ്സ്. അപ്പം മുകുന്ദനോട് ഒരു പേടി ഇവൻ ഉണ്ടായിരുന്നെങ്കിലും ഇവൻ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തിട്ട് ഞാൻ ആ ലെക്ചറിങ് നോട്ട് വായിച്ചു നോക്കിയപ്പം എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നി. ഞാൻ കൊള്ളാം എന്ന് എനിക്ക് എന്നോട് തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടായി. കാരണം അവൻ അത്രയും പക്കയായിട്ടെല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാത്തിലും നന്നായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവൻ വിമർശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം മുകുന്ദ ഒരു ഫിനോമിനൽ ക്യാരക്ടറാണ്.